കറി ഉണ്ടാക്കാൻ പോവാം നമുക്ക്. ഓക്കെ, കമോൺ. ഇത് ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ, ലേശം ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് വെച്ചേ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. കടലയ്ക്ക് ലേശം മുകളിൽ വെള്ളം വെക്കണം കേട്ടോ. അപ്പോൾ കടലയ്ക്ക് ലേശം വെള്ളം വെക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കടലയ്ക്ക് ലേശം വെള്ളം വെക്കണം. ബാക്കി അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറേ സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കോണ്ടേ, നല്ല അടിപൊളിയാവും. അതിലേക്ക് ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി വറുത്തരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ 2 തക്കാളി ഞാൻ എടുക്കണ്ടേ, ഒരു 5-6 പച്ചമുളക് എടുക്കണ്ടേ, പിന്നെ ചെറുള്ളിയില്ലേ, ചെറുള്ളി ഒരു 8-10 എടുത്തിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രേ എടുത്തോളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു ചെറിയ ഇല്ലി, 1/2 ഇല്ലി, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം കേട്ടോ, പിന്നെ വലിയ ഉള്ളി ഒരു കഷ്ണം. ഇതൊക്കെയാണ് നമുക്ക് അതിലേക്ക് വേണ്ട ഉപകരണങ്ങൾ കേട്ടോ. ഇതിങ്ങനെ വെച്ചുകൊണ്ട് കാര്യമല്ല, ഇത് ഒക്കെ നല്ല അടിപൊളിയായി ഇത് ഫ്രൈ ചെയ്യണം. ഇത് നമുക്ക് തേങ്ങയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ പിന്നെ സാധാ ചെറിയ ഓയിൽ ഇങ്ങനെ ഒന്ന് വരട്ടിയാൽ മതി കേട്ടോ. കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല ഒരു 5 വിസിലടിച്ചാൽ കടല ഇതാവും കേട്ടോ. പിന്നെ വേണ്ടത് ഇത് ഞങ്ങളെ റൂമിൽ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ചിരവേന് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറുമുറി തേങ്ങ. ഇതിൽ ഒരു മുറി എടുക്കും, കാരണം കറി തോന വേണം. റൂമിൽ 5-6 ആൾക്കാരുള്ളല്ലേ, 5 ആളുണ്ട്. അപ്പോൾ കറി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വെല്ലുള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ കുറച്ച് ടൈം വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ഇന്നത്തെ ഉച്ചയ്ക്ക് എനിക്ക് ചോറിനുള്ള സ്പെഷ്യലാട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമ്മൾ ഒരു ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുക്കാം. ഓക്കെ, കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ കേസ് ഞാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ ആയിട്ടില്ല, വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുള്ളി ഇട്ടിട്ട് ഒന്നുകൂടി മൂപ്പിക്കാണ്ടേ. ചെറുള്ളി ഇട്ടിട്ട് ഒന്നുകൂടി മൂപ്പിക്കാണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 5-6 ചെറുള്ളി ഇട്ടിട്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് മൂത്ത് വരണം. ഇതാ തേങ്ങേൻ്റെ കളറ് വ്യത്യാസം കണ്ടില്ലേ, ഇതേമാതിരി ആവണം കേട്ടോ, ഇതേമാതിരി ആവണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ തേങ്ങ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആവണം കേട്ടോ. വറുത്തരച്ച കറിക്ക് ഇതുപോലെ തേങ്ങ കരിയാനും പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ ആക്കണം കേട്ടോ ഗൈസ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആക്കണം കേട്ടോ നാളികേരം. അപ്പം കരിയാനും പാടില്ല, ഇതാവാനും പാടില്ല. അതിൽ 2 ചെറുള്ളി നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം എണ്ണ പാരണം. ഉള്ളി വാടാനുള്ള എണ്ണ കേട്ടോ, ഉള്ളി വാടാനുള്ള എണ്ണയാണ്. അപ്പോൾ ഉള്ളി വാടാനുള്ള എണ്ണ പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇത് ചൂടായതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ഗൈസ് ഇത് കാണും മാത്രമല്ല, നമുക്ക് ലൈക്കും തരണം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം എന്താ ഇടുക എന്ന് വെച്ചാൽ, ഇതാ ആദ്യം ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിലിടാൻ കേട്ടോ. ഒറ്റ ഉള്ളി എടുത്തിട്ടുള്ള നല്ല
സൗണ്ട് കേൾക്കുന്നില്ലേ? അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. അതിലേക്ക് ലേസ് ഉപ്പ് കൊടുത്താൽ എന്താണോ, ലേസ് ഉപ്പിട്ട് കൊടുത്താൽ വേഗം മാറും. ഇത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പാണിത്. അപ്പോൾ ലേസം ഉപ്പിട്ട് കൊടുത്താൽ വേഗം വാടും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇളക്കി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, പേസ്റ്റാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതാണ് കാരണം താമസട്ടോ. അതൊന്ന് ചെറുതാക്കി വയ്ക്കാം, കുറച്ച് ഫ്രെയിം കുറച്ച് വയ്ക്കാം. കുറച്ച് ഫ്രെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കരിഞ്ഞു പോകും, വലിയ ഉള്ളിയല്ല, കരിഞ്ഞു പോകും. അതാണ് ഇന്നതുപോലെ ഉണ്ടാക്കണ്ട ഭക്ഷണം. നേരത്തെ വന്നോട്ടെ, അതൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിയൊക്കെ കിടക്കാനിട്ടാ. കടന്ന് പിന്നെ രാത്രി പിന്നെയും പോകണം കേട്ടോ. ഇന്ന് ചിലപ്പോൾ ലൈവിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടോ, അത് നിങ്ങൾ മറക്കരുത്. ഇന്നലെ ലൈവിൽ വന്നിട്ട് കുറേ ആൾക്കാർ ഇന്നലെ വന്നിട്ട് പരിചയപ്പെട്ടു, ഒരുപാട് നേരം സംസാരിച്ചിട്ടോ. ഞങ്ങൾ കുറേ സംസാരിച്ച് ഞങ്ങൾ അപ്പം കടലക്കറി വയ്ക്കാൻ ഇത്രയൊന്നും പണിയില്ല. ഞാനൊക്കെ വേണ്ട, ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി, പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് കീറിയിട്ടില്ല, അപ്പോൾ അത് കീറാൻ വേണ്ടി നിൽക്കണേ. വീട്ടിൽ പോയാൽ അതൊന്നും ചെയ്യില്ല കേട്ടോ. വീട്ടിൽ പോയാൽ മടിയാണ്, വീട്ടിൽ ഇതൊന്നും ചെയ്യില്ല. വീട്ടിൽ പോയാൽ ഇങ്ങനെ മക്കളെ നോക്കി നടക്കും, അല്ലെങ്കിൽ കൂട്ടുകാരെ കൂടെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ. പൂരമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, പൂരം, വേല എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പോകും. അവരെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നു. ഞാൻ അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. ലോകത്തിലുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെറിയ റൂമാണ്, ഞാൻ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോഴേക്കിനും ഉള്ളി വാടിക്കോളും. ചെറിയ റൂമാണ്, കാരണം ഇത് ഞങ്ങളെ കിച്ചൺ. വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം പല ആൾക്കാരും താമസിക്കുന്ന സ്ഥലമാണ്. കാരണം ഇത് ഫ്രണ്ട് ഡോറ് എന്താ, ഒരു ഫ്ലാറ്റാണ്, ചെറിയൊരു ഫ്ലാറ്റാണ്. അപ്പോൾ ഓരോരുത്തരെ ഷൂവും കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൃത്തി കുറവാണ്. ഇതൊരാൾ കിടക്കണ സാധനം. പിന്നെ ഞാൻ കിടക്കണത് അവിടെ കേട്ടോ, ഞാൻ കിടക്കണത് അവിടെയാണ്. പിന്നെ അവിടെ സുധാരേട്ടൻ എന്ന് പറയും ഒരാൾ, ഒക്കെ എൻ്റെ നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് അവിടെ കിടക്കും. പിന്നെ അവിടെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ആദ്യം ഒരാളുണ്ടായിരുന്നു, ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട്, ആന്ധ്രക്കാരനാണ്. മൂപ്പര് നാട്ടിൽ പോയി. അപ്പോൾ ഇവൻ ഫ്രീ വിസയിൽ വന്നതാണ്. ഇവിടെ ഒരു മണിയേട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒക്കെ പ്രായമുള്ള ആൾക്കാരായിട്ട് എൻ്റെ റൂമിലുള്ള. അവൻ മാത്രമേ ഉള്ളൂ, അവൻ ഞങ്ങളെ കമ്പനീൻ്റെ ആളല്ല. അപ്പോൾ അവിടെ കിടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അവന് ഇയാളെ മകനാണ്, മണിയേട്ടൻ്റെ മകനാണ്. അപ്പം ഓൻ ഫ്രീ വിസ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വേറെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ റൂമും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളെ കൂടെ ബെഡ് പേസ് ഉണ്ടല്ലോ, അത് കാരണം ഇപ്പോൾ കമ്പനിക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർമാരൊക്കെ കുറവാണ്. അപ്പോൾ അത് കാരണം അവനിവിടെ വെച്ചതാണ്. അപ്പോൾ റൂമൊക്കെ കണ്ടില്ലേ, വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, ഞാൻ ഊണ് കഴിക്കണ മേശയാണ്, അത് ഊണ് കഴിക്കണ മേശയാണ്. അപ്പോൾ ഇനി ഊണ് കഴിക്കുമ്പോൾ നമുക്ക് ആ മേശ കാണാം.
അപ്പോൾ നമ്മൾ ഉള്ളി റെഡി ആയി നോക്കട്ടെ കേട്ടോ. ഉള്ളി ഏകദേശം വാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഉള്ളി വാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ പേസ്റ്റ് കണ്ടോ, ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി ചതച്ചതാണ്, ചെറിയൊരു കഷ്ണം മതി, ഭയങ്കര കുത്തു വരും കൂടുതലായി. നമ്മൾ ചിക്കന് മീൻ കറിക്ക് നിന്ന മാതിരി കൂടുതലിടാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കെന്ത് ചെയ്യണം? ഞാൻ ചെറിയൊരു കാര്യം മറന്നുപോയി. അപ്പോൾ അത് ചെയ്യട്ടെ കേട്ടോ. ചെറിയൊരു കാര്യം മറന്നുപോയി. കാരണം ഇതിലേക്ക് കടലേക്ക് മല്ലിപ്പൊടി വേണം. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ആദ്യം എടുത്തിട്ടില്ല. മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം. പിന്നെ ചിക്കൻ മസാല ഉണ്ടോയെന്ന് അറിയില്ല. കുഴപ്പമില്ല, ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഗ്രാമ്പും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടാൽ മതി. ഗ്രാമ്പു ചെറിയ പട്ട കഷ്ണമൊക്കെ പൊടിച്ചിട്ടാൽ മതി. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ലേസം കുറച്ച് വയ്ക്കുക. അപ്പം ഞാൻ ലേസം മല്ലിപ്പൊടി വറുക്കട്ടെ കേട്ടോ. പിന്നെ അത് മിക്സിയിലിട്ടൊന്ന് അടിക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ചെറിയൊരു തവി എടുത്തുകൊണ്ട് വരാം. ഒരു മിനിറ്റ്. ചെറിയൊരു ചട്ടി എടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് എന്താ ചെയ്യാം? ഒരു 2.5 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂണ് കടലപ്പൊടി മല്ലിപ്പൊടി ഇട്ടാണ്. അതൊന്ന് വറുത്ത് വരണം. മൂന്ന് സ്പൂൺ ഇട്ടിട്ടുള്ളേ. അന്ന് വറുത്ത് ഒന്ന് ചൂടായി ഒരു കുറഞ്ഞൊരു ബ്ലാക്ക് കളർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറവാണോ? 4-5 വേണേ. അത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇതല്ലേ, ഒരു 1/2 സ്പൂൺ കൂടി ഇല്ല. എനിക്ക് മുളക് പൊടി വേണം. അപ്പോൾ അതിലേക്ക് സ്പൂൺ വേറെ ഇല്ല. അപ്പോൾ അതിലേക്ക് വേറെ സ്പൂണില്ല. നല്ലോണം ഒരു ചെറിയ ബ്ലാക്ക് കളർ വരണം. അപ്പോൾ നമുക്ക് മുളകും പൊടി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു പോകും. ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? പ്രവാസ ജീവിതത്തിൽ വന്ന നമ്മൾ പഠിക്കാത്ത ഒരു ജോലി ഇല്ല കേട്ടോ. പ്രവാസ ജീവിതത്തിൽ നല്ല പുറത്തു പോയവരെല്ലാവരും ഇങ്ങനെ തന്നെ. ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ജോലി നേരത്തെ കഴിഞ്ഞ് വന്നോണ്ട് നേരത്തെ പരിപാടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും? ഞാൻ വിശേഷമൊന്നും ആരും ചോദിച്ചില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുമെന്നല്ല കേട്ടോ. ഏകദേശം ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തത്, കൂടുതൽ വേണ്ട, ഒരു സ്പൂൺ. ഫ്രൈമ് ലേശം കൊടുത്തില്ലെങ്കിൽ കറുത്ത കളറാവും. പിന്നെ നമ്മളെ റൂമിലുള്ളവർ വരുമ്പോൾ പിന്നെ ചീത്ത പറയും, ഇതാണോ ഈ വെച്ച കറി കഴിക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി, ഒറ്റ സ്പൂൺ മതി. കാരണം എന്താണോ, വല്ലാതെ കൂടുതലായി പോയി കഴിഞ്ഞാൽ എരി കൂടിപ്പോകും. അപ്പോൾ അതിനെ ചൂടാക്കൊന്നും പാടില്ല കേട്ടോ. ഇത് ഇവിടെ വെച്ചാണ്ട് ഈ മല്ലിപ്പൊടിയിലൊന്നിങ്ങനെ സ്ക്രാച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഉള്ളൊരു ചൂടിൽ മുളക് പൊടി ഒന്നാണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിക്കോളും. ഉള്ളി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് തരി കൂടുതലാണ്. മിക്സിയിലിട്ടൊന്ന് അരച്ചാൽ ഏകദേശം ഒരു നല്ല ക്ലിയർ കിട്ടും. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി കണ്ടില്ലേ, മല്ലിപ്പൊടി മുളകും പൊടി വറുത്തിട്ട് ഈ പരുവത്തിലെത്തി. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ലെവലാക്കി കഴിഞ്ഞാൽ ഒന്ന് ചൂടാകും. എന്നിട്ട് മിക്സിയിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ട് വരാം. ആയിട്ടില്ല ഒന്ന് ചൂടാക്കിക്കോട്ടെ, അല്ലെങ്കിൽ മിക്സിൻ്റെ റബ്ബർ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തരച്ച് വെക്കുക. തേങ്ങ ഒന്നരക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളി ഏകദേശം പരിപാടിയുണ്ട്. അപ്പോൾ ഇത് ചൂടറിയണമെന്ന് നോക്കട്ടെ കേട്ടോ. ചൂടറിയണ്ടേ. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ച് വരാൻ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യണേ. ഇതൊന്ന് അടിച്ച് വരട്ടെ. ഞാൻ ഒരു മിനിറ്റ്.
അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, ഈ പരുവായിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് പൊടി ഒരു സുഖമില്ലാത്ത പൊടിയാണ്. സുഖമില്ലാത്ത പൊടിയാണ്. കൈ മുറിയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ മസാലയൊക്കെ അയക്കി റെഡി. അതൊക്കെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി കൂടി വേണേ, എന്നാലേ നമ്മളെ ഇത് ക്ലിയർ ആവുള്ളൂ. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ അതിലിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളകും തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഡിന്നറിട്ടിടാം. അപ്പോൾ കടല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ കടല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വേവാണ്ട് കേട്ടോ. നന്നായി വേവാണ്ട്. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ തേങ്ങ വറുത്തരച്ചത് ഒന്ന് അരയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആവട്ടെ കേട്ടോ. നമ്മളെ കടലക്കറി ഇവിടെ വെന്ത് ഒക്കെ റെഡി ആയി വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാണ്ട് കേട്ടോ. വറുത്തരച്ച് വെച്ച അരപ്പ് ചേർക്കാണ്ട്. അപ്പോൾ അതാ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉണ്ട് ബാക്കി മിക്സിയിലിട്ട് അടിച്ചിട്ട്. ഒരു തേങ്ങ അല്ലേ, അപ്പോൾ ഒരു തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് ഇതിലിട്ടാ. ഒന്ന് ചെറുതായിട്ട് വെള്ളം പറഞ്ഞാൽ ചെറുതായിട്ട് വെള്ളം പാരാം, അല്ലെങ്കിൽ എന്താണ് കറി കുറുകിയ കറിയായി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളത്തിലേക്ക് പാരണേ. ഉപ്പ് ലേശം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ലേശം കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ലേശം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർക്കണം, അല്ലെങ്കിൽ ഗ്രാമ്പു മസാല ലേശം പൊടിച്ചിട്ട് ഇതിലിട്ടാൽ മതി. അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗ്രാമ്പൊക്കെ എവിടെയാണാവോ തിരഞ്ഞു നോക്കണം.
കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചെറിയ ഉള്ളി, കറിവേപ്പില കുറച്ചുള്ളൂ കേട്ടോ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വറ്റൽ മുളക് ലേസം. അപ്പോൾ അതൊക്കെ പാടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ലേസം എണ്ണ പറന്നിട്ട് റെഡിയാക്കണം. എണ്ണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്താന്ന് വെച്ചാൽ എന്താണ് കടുക്. എണ്ണ ചൂടായി വന്നിട്ടുള്ള എണ്ണ പറന്നല്ലേ ഉള്ളൂ, എണ്ണ പറന്നിട്ടുള്ളൂ. അപ്പോൾ കടുക് ചൂടായി വരണം, അല്ല എണ്ണ ചൂടായി വരണം കേട്ടോ. സോറി. അപ്പോൾ നമ്മളെ കടലക്കറി ഉണ്ടല്ലേ, അപ്പോൾ ഇതും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ കടലക്കറി സൂപ്പറാവും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോറിലേക്ക് ഇന്നതേലും കറി, ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പണിക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് ഇന്നലെ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൂടി കുറച്ച് അരി ഇടാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് രസം, ഞാൻ കുറച്ചേ ഒന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ വേറെ പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞാൽ ഇതാ മീൻ നന്നാക്കാണ്ടിട്ടാ. ഇത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. 5 മീനുണ്ട്. എനിക്ക് മീൻ നന്നാക്കാൻ ഭയങ്കര എന്താ പറയുക, എളുപ്പമല്ല. ഇത് നന്നാക്കണം എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ പിടിക്കും. അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഞാൻ വെറുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കടുക് പൊട്ടിച്ച് താളിപ്പാകട്ടെ. ഓക്കെ, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കൂടെ ചെറിയ ഉള്ളി ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ വരുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒരുപാട് പണിയാണ് ഇതിനൊക്കെ. അതാ വീഡിയോ ചെയ്യാനൊക്കെ മടിക്കുന്നത്. ലോങ് വീഡിയോ എപ്പോഴും പറയും ഓരോ ആൾക്കാർക്ക് ലോങ് വീഡിയോ ഇടണം. പക്ഷേ ലോങ് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഈ ആഴ്ച മുതൽ ഇപ്പോൾ ഡ്യൂട്ടി ചേഞ്ചും കൂടി ആവുകയാണ്. ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി വരുള്ളൂ. പിന്നെ വീഡിയോ ചെയ്യാൻ തന്നെ ടൈം കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനാണ് ഇപ്പോൾ എനിക്ക്. അപ്പോൾ ഇതിലേക്ക് വറ്റൽ മുളകും കൂടി ഇടുക. വറ്റൽ മുളകും ഇട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ലേശം കുറഞ്ഞു വരും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ അതിക്ക് തട്ടണേ. അപ്പം നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഞാൻ ചോറുണ്ണുമ്പോൾ ഒന്നും കൂടി വീഡിയോ ചെയ്യും. അതിൻ്റെ ശേഷം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.
തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. കേട്ടോ, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കടലക്കറി ഇതാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ കറിയില്ലേ? നമ്മളെ കൊണ്ട് വെക്കാൻ പറ്റുന്ന അത്ര നന്നാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാവും, കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇതിനിപ്പോൾ നമ്മളൊപ്പമുള്ള ആൾക്കാരില്ല, അപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചോറുമ്പോൾ അവർ പറയും സൂപ്പറാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പറഞ്ഞില്ല, മീൻ നന്നാക്കാനും കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിടിക്കുന്നില്ല. അപ്പോൾ ഇനി ചോറ് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ബൈ. അപ്പോൾ ഗേസ്, നമുക്ക് ചെറിയൊരു ജോലിയും കൂടി ഉണ്ട്. പപ്പടം മറക്കണം. പപ്പടം നിർബന്ധം അവിടെ കേട്ടോ. അപ്പോൾ പപ്പടം ഞാനൊന്ന് വറക്കട്ടെ. നല്ല പൊള്ളുന്ന പപ്പടം കേട്ടോ. നല്ല പൊള്ളപ്പുള്ള പപ്പടം കണ്ടാ. ഇതിൽ തന്നെ ഞാൻ മീനൊന്ന് പൊരിക്കും. വൈകുന്നേരത്തെ പണിക്കാർ പിന്നെ വൈകുന്നേരം വന്നാൽ ചോറൊന്നും കഴിക്കില്ല, കുബൂസ കഴിക്കുക. അപ്പോൾ അവർക്ക് പപ്പടത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് നിർബന്ധ പപ്പടം. എനിക്ക് പപ്പടം മീനും ഇല്ലെങ്കിൽ ചോറാറില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരും കേട്ടോ. ബുദ്ധിമുട്ടിക്കൂല ആര്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴേ ഞാനെന്തെങ്കിലുമൊക്കെ അവിടെ പോയി കൊണ്ടുവരും. നിങ്ങൾക്ക് ഇന്ന് പപ്പടം വറുത്തുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഫാന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വേർത്ത് കുളിക്കിയപ്പോൾ ഞാനിപ്പോൾ കുളി കഴിഞ്ഞേ, അതായത് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെറിയ പണിക്ക് നിന്ന് മീൻ നന്നാക്കാൻ നിന്ന്. മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി വന്ന് കുളിച്ചതാണ്. അപ്പോൾ മീൻ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി കുളിക്കാൻ തോന്നി. അപ്പോൾ പപ്പടം റെഡി ആയിട്ടുണ്ട്. പപ്പടം റെഡി ആയിട്ടുണ്ട്. അത് മീൻ ബക്കറ്റിലേക്കാകും. ഇനി എന്താ വെച്ചാൽ പണി എന്താ വെച്ചാൽ ഒരു മീനെടുത്ത് പൊരിക്കും. ഒരു മീനെടുത്തിട്ട് പൊരിക്കും. കാരണം എന്താ വെച്ചാൽ അവർ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കിനും നേരം കുറയും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ 5 മീനുണ്ട്. 5 മീനുണ്ട് കണ്ടാ, 5 മീനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നെടുത്തിട്ട് ഇപ്പോൾ പൊരിക്കും. മറ്റേത് അവർ വൈകുന്നേരത്ത് വന്നിട്ട് പൊരിച്ചത്. അപ്പം ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. മീന് റെഡി ആയിട്ടില്ല, ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ, സോറി. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതാ മീൻ വറുത്തിട്ടാ. അപ്പം ഇനി ചോറ് എടുക്കണം. ഒന്ന് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകിയത് അതാണ്. ചോറിന് കുറച്ച് ചോറ് ഇന്നലെ രാത്രി വെച്ച ചോറാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചോറ് രാവിലെ ഓരോരുത്തർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാത്രി വെക്കും ചോറ്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇടും. പിന്നെ ഞാനൊരു കുറച്ച് ചോറുണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ കൈകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഒരാളായതുകൊണ്ടാണ് കൈകൊണ്ട് എടുക്കണേ. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കടലക്കറി ഇട്ടോ നല്ല ഇളക്കി കടലക്കറി. കുറച്ച് കറിയെ ഞാൻ എടുക്കും, കുറച്ച് കറി എടുക്കുള്ളൂ. മീൻ പൊരിച്ച് കണ്ടില്ലേ, ഇനി ഇതിലേക്ക് ഷോയ്ക്ക്
ഞാൻ 3 പപ്പടം എടുക്കട്ടോ. ഷാക്കി 3 പപ്പടം എടുക്കേ. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ ചോറുണ്ണാൻ പോകാൻ. അപ്പോൾ കൈ കഴുകിയിട്ടില്ല. അപ്പോൾ കൈ ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് പോരാ. അപ്പോൾ കൈ കഴുകിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും ഞാനെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടാവും. കടലക്കറി, ചോറ്, പപ്പടം, മീൻ പൊരിച്ചത്, ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇന്ന് ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ കയറിയിട്ട് സബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അടിപൊളിയാണെന്ന് പറയാൻ പാടില്ലല്ലോ. എന്നാലും ഞാൻ ഒരു ജസ്റ്റായിട്ട് ഞാൻ പറയാം. ഇനി തൈരുണ്ട്, തൈരൊന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാ. തൈരുണ്ട്. അടിപൊളിയാട്ടോ. ചെറിയൊരു മീൻ പീസ്, പപ്പടം. ആസ്വദിച്ച് കഴിക്കണം ഭക്ഷണം, അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ആരും കാണാൻ മറക്കരുത്. കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം ഇതുപോലൊരു വീഡിയോ. ഓക്കെ.